ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ PSC ചോദ്യപേപ്പർ മാറിയതിൽ പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു. PSC ആസ്ഥാനത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയാണ് സസ്പെൻഡ് ചെയ്യുക. ചോദ്യപേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിലെ ഒരു കേന്ദ്രത്തിലാണ് ഈ ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചത്. തുടർന്ന് എല്ലായിടത്തെയും പരീക്ഷകൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. ഉദ്യോഗാർത്ഥികളെ മുഴുവൻ കുഴപ്പിച്ച വിഷയമാണ്. അപ്പോൾ ആ ഉത്തരവാദിയെ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? അതേ സ്മൃതി, ഗുരുതരമായ വീഴ്ചയായിരുന്നു ഇന്നലെ ലജനത്ത് സ്കൂളിൽ നടന്നത്. ലജനത്ത് സ്കൂളിൽ നടന്ന PSC പരീക്ഷ, 2 പരീക്ഷകൾ നടന്നു. രാവിലെ 10 മണി തൊട്ട് 11:35 വരെയും പിന്നീട് 1:30 മുതൽ, അതായത് 3:30 വരെയും വരുന്ന പരീക്ഷ. 2 പരീക്ഷകളിൽ രണ്ടാമത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ നൽകിയതായിരുന്നു ഗുരുതരമായ വീഴ്ച. അങ്ങനെ അന്ന് നടന്ന 2 പരീക്ഷകൾ, ആ സ്കൂളിലെ ഒരു ഹാളിൽ നടന്ന പരീക്ഷ, പിന്നീട് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഉച്ചയ്ക്ക് നടന്ന പരീക്ഷ മൊത്തത്തിൽ റദ്ദാക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ PSC നേരത്തെ തന്നെ പരീക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ മൊഴിയെടുത്തിരുന്നു. അതായത് ഇവരുടെ വിശദീകരണം തേടിയിൽ നിന്നാണ് PSC ആസ്ഥാനത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടിനാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളത്. ഇപ്പോഴിതാ പരീക്ഷാ കേന്ദ്രത്തിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ, ആ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ചോദ്യപേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതായത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയ്ക്ക് 2 തരത്തിലുള്ള കളറാണുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ 2 തരത്തിലുള്ള കളറാണുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ എത്തിയ ശേഷം വേണം ഇത് സ്ഥിരീകരിച്ച ശേഷം ഈ പേപ്പർ നൽകാൻ വേണ്ടിയിട്ട്. പക്ഷേ കോഡ് നോക്കാതെ പരീക്ഷാ പേപ്പർ പൊട്ടിച്ചതാണ് വീഴ്ചയ്ക്ക് കാരണം. അതായത് ഈ ഉദ്യോഗസ്ഥന്റെ അസാന്നിധ്യത്തിലാണ് കോഡ് നോക്കാതെ പരീക്ഷ പേപ്പർ പൊട്ടിച്ചത്. അങ്ങനെ ഉണ്ടായ വീഴ്ചയാണ്, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി. അങ്ങനെ പ്രാഥമികമായ വിവരം PSCക്ക് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടിയപ്പോഴാണ് ഉദ്യോഗസ്ഥൻ ചോദ്യപേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്ന് വിശദീകരണം നൽകിയിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷാ പേപ്പറുകളുടെ കവർ നിറത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയത് മനസ്സിലാക്കാതെ ഉച്ചക്കത്തെ പരീക്ഷാ പേപ്പർ രാവിലെ നൽകിയതിൽ വലിയ വീഴ്ചയുണ്ടായി. അങ്ങനെ ഉദ്യോഗസ്ഥർ, അതായത് 17 അധ്യാപകരും 2 PSC ആസ്ഥാനത്ത് നിന്ന് തന്നെ നേരിട്ടെത്തിയ 2 ഉദ്യോഗസ്ഥരും 17 അധ്യാപകരുമായിരുന്നു ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ PSC ജോലിക്ക് ഉണ്ടായിരുന്നത്. ആ ജോലിയിൽ ഉണ്ടായിരുന്ന ടീച്ചർമാർക്കടക്കം പരീക്ഷ കഴിഞ്ഞും, അതായത് 9:30 തുടങ്ങിയ പരീക്ഷ 11:30 പൂർത്തിയായ ശേഷവും ഉദ്യോഗാർത്ഥികൾ മടങ്ങിപ്പോയ ശേഷം ചോദ്യപേപ്പർ സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയപ്പോഴാണ് തങ്ങൾ എഴുതിയത് രാവിലെ എഴുതേണ്ട പരീക്ഷയുടേതല്ല, മറ്റൊരു പേപ്പറിന്റെ പരീക്ഷയാണെന്ന് മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുക. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഡെപ്യൂട്ടി ആസ്ഥാനത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ മാത്രം പൊട്ടിക്കേണ്ട, കോഡ് നോക്കി പൊട്ടിക്കേണ്ട പരീക്ഷാ പേപ്പർ പൊട്ടിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ഇപ്പോഴിതാ ഈ ഉദ്യോഗസ്ഥന്റെ മാത്രം വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. കാരണം ഉദ്യോഗസ്ഥന്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടി പരീക്ഷ തുടങ്ങി കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് 2 തവണ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പരീക്ഷാ ഹാളിലെത്തേണ്ടതാണ്. പക്ഷേ ഈ 2 തവണയും ഈ ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥന് മാത്രമാണോ ചുമതലയിൽ വീഴ്ച ഉണ്ടായത്? അതല്ല, മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി PSCയുടെ ആസ്ഥാനത്ത് നേരിട്ട് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിയിട്ടില്ല എന്ന കാര്യം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അത്തരം കാര്യങ്ങളിൽ കൂടി അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും നിലവിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ടീച്ചർമാർക്ക്, അധ്യാപകർക്കടക്കം വീഴ്ചയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം പ്രാഥമിക വിവരം അധ്യാപകരിൽ നിന്നും സ്കൂളിലെ പ്രിൻസിപ്പലിൽ നിന്നും PSC ഉദ്യോഗസ്ഥരും തേടിയിരുന്നു. അത്തരം വിവരങ്ങൾ തേടി ഇന്നലെ തന്നെ PSC ആസ്ഥാനത്ത് ചെയർമാന് വിവരം കൈമാറിയിരുന്നു. ഇപ്പോഴിതാ ലഭിക്കുന്ന വിവരമാണ് ഈ PSC ആസ്ഥാനത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ട് പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ലായിരുന്നു. പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ മാറിയ വിഷയത്തിൽ ഇപ്പോഴിതാ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരം പുറത്തു വരുന്നത്. സ്മൃതി, ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ചോദ്യപേപ്പർ മാറിയതിൽ പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. PSC ആസ്ഥാനത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നത്. ചോദ്യപേപ്പർ പൊട്ടിക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ സ്ഥലത്തില്ലായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.